സോ iQC9s Pro ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ഇട്ട സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസും കിട്ടിയതാണ്. ആൻഡ് 25K ബഡ്ജറ്റ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയത്. ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ചൂസ് ചെയ്തിരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് iQC9s Pro എന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ 4 മാസം ആകാൻ പോകുന്നുണ്ട്. ഈ ഒരു 4 മാസത്തിന് ശേഷം ഈ ഒരു സ്മാർട്ട് ഫോൺ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ഇനി നോക്കുന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ ആൻഡ് ബിൽഡ് നോക്കുന്ന സമയത്ത് വളരെ സ്ലിം ആയിട്ടും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഡിസൈൻ ആൻഡ് ബിൽഡ് നോക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.77 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് 1080p AMOLED 120Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു HDR10+ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിലൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. എന്നാൽ എനിക്ക് ഡിസ്പ്ലേയിൽ ഞാൻ വീഡിയോ കണ്ട സമയത്ത്, യൂട്യൂബിൽ കയറി വീഡിയോ കണ്ട സമയത്ത് വീഡിയോ മൊത്തത്തിൽ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ലൈക്ക് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്നല്ല, സാച്ചുറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് വീഡിയോനെ അഫക്റ്റും ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വീഡിയോ ഒരുമാതിരി സാച്ചുറേഷൻ കത്തി കിടക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ സെറ്റിംഗ്സിലോട്ടൊക്കെ പോയി നോക്കിയ സമയത്ത്, കളർ മോഡൊക്കെ നോക്കിയ സമയത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാം നോർമൽ ആയിട്ടാണ് കിടക്കുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിന്റെ സെറ്റിംഗ്സിന്റെ അകത്ത് നമ്മൾ ഡിസ്പ്ലേയിൽ ഏറ്റവും താഴെ പോകുന്ന സമയത്ത് വ്യൂ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ കാണാം. അത് എനേബിൾ ആയി കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. അത് ഓഫ് ചെയ്ത സമയത്ത് പെർഫെക്റ്റ്, ലൈക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം നോർമൽ ആയിട്ട് ഭയങ്കര ക്വാളിറ്റിയിലും നല്ല ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ, ഒരു എന്താ പറയുക, ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇഷ്യൂ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മേ ബി ഈ ഒരു ഇൻഫർമേഷൻ മേ ബി യൂസ്ഫുൾ ആയിട്ട് വരും. അതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് സ്പീക്കേഴ്സ് നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള ഒരു സ്പീക്കർ തന്നെയാണ്. നമുക്ക് നല്ല ലൗഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബ്രൈറ്റ്നെസ് നോക്കുന്ന സമയത്തും നമുക്ക് ഔട്ട്ഡോറിലൊക്കെ പോയി എങ്ങനെ നമ്മൾ യൂസ് ചെയ്താലും ഒരു ഇഷ്യൂസും ഇല്ല. നല്ല ലെവലിൽ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫിംഗർ പ്രിന്റ് സെൻസറും ഞാൻ ആദ്യത്തെ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഇഷ്യൂസും ഇല്ല. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിലും എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. കംപ്ലീറ്റ്ലി ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ യൂസേജ് ആൻഡ് എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടർ ചോയ്സ് 15ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബഗ്ഗുകളാണ്. ആദ്യത്തെ ബഗ് എന്ന് പറയുന്നത് ആപ്പ് ഡ്രോവർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒന്ന് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആപ്പ് ഡ്രോവർ ഒരു സെക്കൻഡിലേക്കൊന്നും വർക്ക് ആവത്തില്ല. അതായത് സ്റ്റക്ക് ആയിട്ട് അങ്ങ് ഇരിക്കും. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് വീണ്ടും ആപ്പ് ഡ്രോവർ ഒന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്വൈപ്പ് ആവത്തില്ല. ഒരുമാതിരി ഫോൺ സ്റ്റക്ക് ആയിട്ട് അങ്ങ് ഇരിക്കും. ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്ത ഒരു ബഗ് എന്ന് പറയുന്നത് അതാണ്. ആൻഡ് രണ്ടാമത്തതും ആപ്പ് ഡ്രോവർ തന്നെയാണ്. ചില സമയത്ത് നമ്മൾ ആപ്പ് ഡ്രോവർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത സമയത്ത് ഒരുമാതിരി ഭയങ്കരമായിട്ട് സ്റ്റക്കി ഒരു ഫീൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുമാതിരി എന്താ പറയുക, ഒരു ലാഗ് അടിച്ച് പോകുന്ന ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് സ്വിച്ച് ചെയ്യുന്ന സമയത്തും എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. ലാഗ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് സ്വിച്ച് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാനായിട്ട് ചെറിയൊരു ലാഗ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ UIയിലുള്ളൊരു പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോൾ ക്യാമറ UI എടുത്തതിന് ശേഷം ഫ്രണ്ട് ക്യാമറ ഇട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ മോഡിലോട്ടല്ല, അതായത് ഫോട്ടോ മോഡിലോട്ടല്ല പോകുന്നത്, ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ആ ഒരു പോർട്രേറ്റ് മോഡിലോട്ടാണ് പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊരു ബഗ്ഗി ഫീല് തോന്നിയത്. അതായത് ഈ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ഫോണിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു UI യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫണ്ടർ ചോയ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബഗ്ഗും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതർവൈസ് നമ്മൾ കാഷ്വൽ യൂസേജ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഫേസ്ബുക്കോ എന്തായിക്കോട്ടെ നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലാഗോ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാഷ്വൽ യൂസേജിൽ ഒരു ഇഷ്യൂസും ഇല്ല. ബട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ, സ്മാർട്ട് സ്വിച്ചിൽ ഇടുന്ന സമയത്ത് പല ആപ്ലിക്കേഷൻസും 120Hz പോകത്തില്ല. അത് 120Hz മാറ്റുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു ഇഷ്യൂസും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആ ഒരു 120Hz ഇട്ട് യൂസ് ചെയ്യാനാണ്. കുറച്ച് ബാറ്ററി എടുക്കും, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇത് അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. അത്ര കിഡ്ലുമായിട്ടല്ല നമുക്ക് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ
പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്ഡേറ്റിനൊക്കെ ശേഷം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഭയങ്കരമായിട്ട് തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പബ്ജിയൊക്കെ കളിച്ചു നോക്കി. ഞാൻ ഒരു 1-1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കളിച്ചു നോക്കിയിട്ടും എനിക്ക് അങ്ങനെ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഗെയിമിങ്ങിന് നമുക്ക് 60 FPS നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ. ബട്ട് ആ ഒരു 60 FPS നല്ല രീതിക്ക് എന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് ആകെ ഗെയിമിങ്ങിൻ്റെ അകത്ത് പബ്ജി കളിക്കുന്ന സമയത്ത് എനിക്കൊരു ബഗ് തോന്നിയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലാഗി ഫീൽ തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ആവില്ല, അതായത് എടുത്ത് ചാടത്തില്ലേ ഈവൻറ്റിലേക്ക്, ആ ഒരു ഈവൻറ്റ് ചാടുന്ന സമയത്ത് കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. അതല്ലാതെ നമ്മൾ ഗെയിം പ്ലേയിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഗെയിം പ്ലേയിൽ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാം റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഗെയിമിംഗ് മോഡും ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഭയങ്കരമായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം ടച്ച് റെസ്പോൺസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിൽ IQ ഭയങ്കരമായിട്ട് തന്നെ ബെറ്റർ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസും ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഹീറ്റിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ യൂസിൽ അത്ര വലിയ ഒരു ഹീറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. ബട്ട് ഗെയിമിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹാർഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ബാക്കിൽ ആ ഒരു ക്യാമറ ബമ്പിലായിട്ട് നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ഫോണിൽ ഓവറോൾ ആ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് അധികം ഫീൽ ചെയ്യത്തില്ല. കാരണം ഇതൊരു ലെതർ ബാക്ക് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഹീറ്റ് നമുക്ക് ബാക്കിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ്സിലും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തും ഹാർഡായിട്ടൊക്കെ വെയിലത്തൊക്കെ പോയി യൂസ് ചെയ്യുന്ന സമയത്തും ഒബ്വിയസ്ലി ഫോൺ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. സോ ഹീറ്റിംഗ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഇനി ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയാണ്. f1.8 ആണ് അതിന്റെ അപ്പേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് OISന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് ഒരു 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആണ്. ക്യാമറ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് ആ ഒരു 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇമേജ് ഔട്ട്പുട്ട് തന്നെ തരുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും അത്യാവശ്യം നല്ല കളേഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് മാത്രം കുറച്ചൊരു ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം അത് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ റിവ്യൂവിലും പറഞ്ഞതാണ്, പ്രൈമറി ക്യാമറ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറ വെച്ച് നമ്മൾ ഒരു കുറച്ച് ഒന്ന് ഇരുട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരുമാതിരി പർപ്പിൾ ടിൻറ്റ് വന്ന് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോൾ അന്നത്തെക്കാലം കുറേ കൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് ഷാഡോസ് വരുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരുമാതിരി മൊത്തത്തിൽ ടിൻറ്റ് അടിച്ച കണക്കിരിക്കും. അതായത് ആ ഒരു പർപ്പിൾ ടിൻറ്റ് അടിച്ച കണക്കിരിക്കും. അത് മാത്രമാണ് എനിക്ക് ഭയങ്കര കംപ്ലൈൻറ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ക്യാമറയിൽ തോന്നിയിട്ടുള്ളത്. ആൻഡ് കംപ്ലീറ്റ്ലി നിങ്ങൾ നൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നൈറ്റ് മോഡ് വർക്ക് ആവുന്നുണ്ട്. അത് എനിക്ക് അത്യാവശ്യം എന്താ പറയുക കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി. ആൻഡ് അൾട്രാവൈഡ് നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈമറി ക്യാമറയിലെ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലുള്ള കളേഴ്സ് ആ ഒരു അൾട്രാവൈഡ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് തരുന്നുണ്ട്. എന്നാൽ നമുക്ക് 8 മെഗാപിക്സലേ ഉള്ളൂ. ആ ഒരു 8 മെഗാപിക്സലേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, ഭയങ്കര ലോസ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ പെർഫോമൻസ് ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K 30 FPS ഇട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും വിത്ത് OIS. വീഡിയോ ക്വാളിറ്റിയിൽ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല കളേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം ഡീറ്റെയിൽസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒട്ടും തോന്നിക്കത്തില്ല, അതായത് ക്വാളിറ്റി ഇത്ര ഉണ്ടെന്ന്, ഡീറ്റെയിൽസ് ഇത്ര ഉണ്ടെന്ന് തോന്നിക്കത്തില്ല. എന്നാൽ വീഡിയോ എടുത്തു കഴിഞ്ഞ് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഡീറ്റെയിൽ ഒക്കെ കിട്ടും. ആൻഡ് ഫ്രണ്ട് ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു 60 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് എനിക്ക് സെൽഫി ക്യാമറ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് സെൽഫി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മളെ ആ ഒരു ഒബ്ജക്റ്റിനെ ഒരുമാതിരി കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താണ് നമുക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ആ ഒരു എഡ്ജൊക്കെ ഒരുമാതിരി സ്പ്രെഡ് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ നൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുക്കും. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ മുഖത്തൊരു ടോർച്ച് അടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് IQന്റെ സെൽഫി ക്യാമറയിലുള്ള ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സെൽഫി വീഡിയോയുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്തും 1080p 30 FPS നമുക്ക് ലൈക്ക് വീഡിയോ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ക്വാളിറ്റിയും ഭയങ്കര ലോ ആണ്, അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനും ഇല്ല. സോ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടില്ല. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുന്ന സമയത്ത്, ക്യാമറ ആൻഡ് വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഒരു ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല എന്ന് തന്നെ ഞാൻ പറയും. ആൻഡ് ബാറ്ററി നോക്കുന്ന സമയത്ത് ഒരു 5500 mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ഒരു 1 day കംപ്ലീറ്റ്ലി നമുക്ക് രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നൈറ്റ് വരെ നമുക്ക് കംപ്ലീറ്റ്ലി 1 ഡേ നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു 4 മാസത്തിൽ 98% ആയിട്ടുണ്ട്. എന്നാലും ഓക്കെ, നല്ല രീതിക്ക് തന്നെ ചാർജ് നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു 80 വോൾട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പറ്റുന്നുണ്ട്. സോ ബാറ്ററി വൈസ് എനിക്ക് ഒരു ഇഷ്യൂസും തോന്നിയിട്ടില്ല. സോ കംപ്ലീറ്റ്ലി ഈ ഒരു 4 മാസത്തിന് ശേഷം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അകത്ത് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു കൺക്ലൂഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്ലിം ആൻഡ് ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം, നല്ല പെർഫോമൻസ് വേണം, അതുപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iQ C9s Pro എന്ന് പറയുന്നത് ഇപ്പോഴും നല്ലൊരു ഫോൺ തന്നെയാണ്. സോ ഓവറോൾ ആ ഒരു കൺക്ലൂഷനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ചോയ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വേണോ വേണ്ടയോ എന്നുള്ളത്. എനിവേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.